ഓക്കെ ഇല്ലയോ? ഓക്കെ രാഹുൽ ഓക്കെ ഇല്ലയോ? പാ അപ്പം 3, 2, 1 സ്റ്റാർട്ട്. യെസ് സക്സസ്. ഒരു 3 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. പേടിക്കരുത്, പേടിക്കരുത്, സത്യമായിട്ടും പേടിക്കരുത്. അതിനെ ഞാൻ പേടിച്ചില്ലല്ലോ. ഞാൻ പാസ് ചെയ്യുന്ന 2025. എനിക്കറിയായിരുന്നു വരുമെന്ന്. അറിയായിരുന്നു. എങ്ങനെ? ഈ 2025 സയൻസിന് ഇത്രയും വളർച്ച ഉണ്ടെങ്കിൽ 2200 സയൻസ് ചിന്തിച്ചുകൂടെ? അത് നല്ലൊരു പോയിന്റാണ്. നിങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഏകദേശം ഒരു 4 ആൾക്കാർ ഇന്ന് തന്നെ വരും. 2030, 35 പിന്നെ 38. അപ്പൊ ഇന്നത്തെ ദിവസം ഞാനല്ലേ ഫസ്റ്റ്? വെളുപ്പിന് ഒരാൾ വന്നായിരുന്നു, അവനെ ഞാൻ അപ്പോഴേ പറഞ്ഞു വിട്ടു. അതാരാ അവിടെ ഒരു പണി എടുത്തോണ്ടിരിക്കുന്ന ഒരുത്തൻ? അത് ജുപ്പിറ്ററിൽ നിന്ന് വന്ന ഒരു ഏലിയനാ. ഏലിയനാണ് ഇപ്പൊ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നത് പഴയ ശരളയായിരുന്നു. അതെ, 2025 2200 എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ വന്നത്. പക്ഷെ 2025 എൻ്റെ വീടിന്റെ കൂട്ട് തന്നെ ഉണ്ടല്ലോ ഈ 2200 വീടും. അതെ, ഞാൻ ഈ പഴമയെ പ്രണയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സ് പോലും പഴഞ്ചൻ. മനസ്സിലായോ? ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സ് ഇതൊന്നും അല്ല, എല്ലാം മോഡേണായി. പക്ഷെ ഞാൻ പഴമയെ പ്രണയിക്കുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആക്കണോ? ആക്കടെ ഒന്നുമില്ല. ദേ ഈ ഒരു തീം നമുക്ക് ഇങ്ങനെ അങ്ങ് മാറ്റാം. ഇതേത് വീടാ? ഇതാണ് ശരിക്കുള്ള ഫ്യൂച്ചറിസ്റ്റിക് വീട്. ഇതോ പഴയ നാക്കി? ഇത് മതി, ഇതാ നല്ലത്. ഇത് മാത്രമല്ല, ആ പുറത്തെ തീം ഉണ്ടോ അതുകൊണ്ട് മാറ്റാം, മോഡേൺ ആക്കാം. നോക്കിയോ, എങ്ങനെയുണ്ട്? അയ്യോ കൊള്ളാലോ സംഭവം. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സ്പെസിഫിക് ഏരിയയിലെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ റിമോട്ട് വെച്ചിട്ട് ദേ നോക്ക്. അയ്യോ ഇരുട്ടായി. ദേ വീണ്ടും കൂട്ടി. എത്ര വേണമെങ്കിലും കൂട്ടാം നമുക്ക്. ഈ സൂര്യന്റെ ഒരു പെടാപ്പാട്. സൂര്യനോ? സൂര്യനൊക്കെ എന്നെ കത്തിത്തീർന്ന്. ഇത് ഫുള്ള് സാറ്റലൈറ്റിന്റെ കളിയാ, അതാണ് ഫുള്ള് നിയന്ത്രിക്കുന്നത്. കത്തി തീർന്നാ? അതൊക്കെ 2100 ആയപ്പോഴേ ഫുള്ള് തീർന്ന്. ഇതെന്റെ ഭാവിയിലെ വീടാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മോൻ എന്റെ തലമുറയിൽപ്പെട്ടതായിരിക്കും. എന്താണൊരു ആലോചന പറയണ്ട. സിറി, ഇദ്ദേഹം മുമ്പ് എന്താണ് ആലോചിച്ചേ ഒന്ന് പറഞ്ഞേ. ഇതെന്റെ ഭാവിയുടെ വീടാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ പയ്യൻ എന്റെ തലമുറയിൽപ്പെട്ടവനായിരിക്കണം. പിന്നെ ഇനി വേറെ എന്തൊക്കെ അറിയാനുണ്ട് ചോദിക്ക്. ഒന്നുമില്ല. സിറി, പുള്ളി എന്തോ ചിന്തിക്കുന്നേ? നല്ല വിശപ്പുണ്ട്, ഇപ്പൊ കിട്ടുന്നത് എന്തോ അവൻ അകത്താക്കും. വിശക്കുന്നോ? ചെറുതായിട്ട്. ഇവിടെ ഇപ്പം കഴിക്കാൻ അതൊന്നും പറയണ്ട, എനിക്കറിയാം. ഇപ്പൊ ഗുളികയായിരിക്കും കഴിക്കുന്നത്, അല്ല വിറ്റാമിൻ രൂപത്തിലുള്ളത്. അപ്പൊ കൊറേയൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഒരു കാര്യം ചെയ്യ്, 2 ഗുളിക ഇങ്ങെടുക്കും, വിശക്കുന്നു. എന്ത് വേണേലും സ്വിഗ്ഗി ബോക്സ് ഉണ്ട്, അതിനോട് പറഞ്ഞാൽ മതി. സ്വിഗ്ഗി ബോക്സ് എവിടെ? ഇതാണോ സ്വിഗ്ഗി ബോക്സ്? ഇതാണ് സ്വിഗ്ഗി ബോക്സ്. തനിക്ക് എന്ത് വേണമെങ്കിലും അടുത്ത് എന്ന് പറഞ്ഞാൽ മതി, താനേ വന്നോളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് ആരാ കൊണ്ടിടുന്നേ? ആരും കൊണ്ടിടത്തൊന്നുമില്ല, താനേ വന്നോളൂ. തന്നെ വന്നോളൂ? തന്നെ വന്നോളൂ. മാജിക്കാണോ? മാജിക് അല്ല, ഫ്യൂച്ചറാ. എനിക്കെന്നാ ആഹാരം വേണം. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിയത്തില്ല. ക്യാപ്സ്യൂൾ എന്ന് പറയണം. ഫുഡ് ക്യാപ്സ്യൂൾ പറ. ഫുഡ് ക്യാപ്സ്യൂൾ. വിറ്റാമിൻ എ ഉള്ളത് വേണോ, ബി ഉള്ളത് വേണോ, സി വേണോ, ഡി വേണോ, ഇ വേണോ, എഫ് വേണോ, എല്ലാം കിട്ടും. എനിക്കിപ്പോ എല്ലാം കൂടെ വേണം. എന്നാ സെലക്ട് ചെയ്തോട്. കൊടുക്കട്ടെ? വന്ന് ഈ ചെറുത് എന്നാ വിശപ്പ് മാറുമോ? വിശപ്പും മാറും, ആരോഗ്യവും വരും. ഈ ഒരു 3 ദിവസത്തേക്ക് ഇത് മതി. മന്തിയുടെയും ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. പെട്ടെന്ന് വിശപ്പ് മാറി. അതങ്ങനെ ഫാസ്റ്റാ. അയ്യോ, നിങ്ങളുടെ ഈ പുറവശമൊക്കെ ഉണ്ടല്ലോ, ആ പഴയ പോലെ തന്നെ വെച്ചിട്ടുണ്ടില്ലയോ? ആ പഴമയൊന്നും മാറ്റിയിട്ടേ ഇല്ല. 2025 എന്താ മോഡേൺ ആക്കണോ? മോഡേൺ തീം ആക്കാം. അയ്യോ വേണ്ട വേണ്ട, ഇതാ പൊളി വൈബ്. ഇതാ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? കറങ്ങിക്കോ, പക്ഷെ ആ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. അമ്മ പോയി കാണിച്ചാലോ? പോരുത് അങ്ങോട്ട്, പോരുത്. ഇതെന്താ തോക്കുമായിട്ട് ഡ്രോൺ നിൽക്കുന്നേ? ഇനി ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രോണിൽ നിന്നേ നല്ല മുഴുത്ത വെടിയുണ്ട നെഞ്ചത്ത് കയറും. ഇതുകൊണ്ട് ഒരു ടെലിഫോൺ ബോക്സ്. ആ പഴമയൊക്കെ അതുപോലെ നിർത്തിയിട്ടുണ്ടില്ലയോ? ഒന്ന് നല്ലപോലെ വായിച്ചേ. അത് ടെലിഫോൺ ബോക്സ് അല്ല, ടെലിഫ്ലൈ ബോക്സ്. ടെലിഫ്ലൈ ബോക്സ് അതെന്നാ സാധനമാ? അതിനകത്ത് കയറി നിന്നാൽ നമുക്ക് ഈ യൂണിവേഴ്സിൽ എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അതിനകത്ത് കയറി നിന്നാൽ മാത്രം മതി.
ഹലാൽ ഇത് എന്നാ പേരൊക്കെയാ? എവിടെ പോവാ? എം.ആർ. പോയിട്ട് വരാം. ലോങ് ആണല്ലോ. എം.ആർ.ഓ? മാർസ് എന്താ പറ്റി? എം.ആറിലെ പുതിയ കുറച്ച് ഓയിൽ വന്നിട്ടുണ്ട്, വാങ്ങാൻ വേണ്ടി പോവാ. നിനക്ക് വേണോ? എന്ത് ടൈപ്പ് പോയില്ല? മറ്റേത്. എനിക്കും വേണം. പോയിട്ടിരുമ്പോളെ കൊണ്ടുവരണേ 2 ബോട്ടിൽ. ഇവർക്കെന്തിനാ ഈ ഓയില്? ഇതെപ്പോ അങ്ങ് ചെല്ലും? 5 മിനിറ്റ്. 5 മിനിറ്റോ? അല്ല സുഹൃത്തെ, എനിക്കൊരു ഡൗട്ട്. ഇവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഇവിടെ അങ്ങനെ അച്ഛനും അമ്മയൊന്നും ഇല്ല. ഈ ഏരിയയിൽ അങ്ങനെ അച്ഛനും അമ്മമാരേ ഇല്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്നേഹം കിട്ടാൻ എന്തോ ചെയ്യും അപ്പം നിങ്ങൾ? അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ റെൻ്റ് ആപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് അച്ഛനെ റെൻ്റ് ചെയ്യാം. പെർ ഹവറിന് റേറ്റ്. അച്ഛൻ്റെ വാത്സല്യം കിട്ടും. ഇപ്പം അമ്മയെ വേണമെന്നുണ്ടെങ്കിൽ റെൻ്റ് ചെയ്യാൻ മാത്രം ആപ്പ് ഉണ്ട്. അതുവഴി അമ്മയെ ഓർഡർ ചെയ്യാം. ഇതേ അനിയനെ കിട്ടും, ഫ്രണ്ട്സിനെ കിട്ടും. ഡൗട്ട് ഉണ്ടോ? റെൻ്റ് ചെയ്യാൻ മാത്രം ആപ്പ് യൂസ് ചെയ്ത് കാണിക്കാം. ഇതാണ് റെൻ്റ് ചെയ്യാൻ മാത്രം ആപ്പ്. ഈ അമ്മയെ കണ്ടോ? പെർ ഹവറിലേക്ക് വിളിക്കാൻ പോവാം. ഹലോ മോനെ. ഇതാണ് അമ്മ. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അമ്മയുടെ വാത്സല്യം എന്താന്ന് അറിഞ്ഞിട്ടാ ചെല്ലേ. അമ്മയുടെ മുത്തമണി ആരാ? ഞാനാ. അമ്മയുടെ ചങ്കക്കുട്ടൻ ആരാ? ഞാനാ. തീട്ട കൊച്ചോ? അത് വേറെ എല്ലാവരും. മോനെ, പാലിന്റെ ക്യാപ്സൂൾ ഒന്ന് കഴിച്ചേ. അയ്യോ, അങ്ങനെ പറയരുത്. അമ്മ വഴക്ക് പറയുവേ. കഴിച്ചേ. അറിഞ്ഞു പോകുന്നില്ല അമ്മ, വെള്ളം കൊടുത്താ അമ്മ. എന്ത്? അമ്മയൊക്കെ എപ്പോഴേ പോയി. ഇനി റീചാർജ് ചെയ്താൽ വീണ്ടും 1 മണിക്കൂർ അമ്മയുടെ സ്നേഹം കിട്ടും. വേണോ? കൊള്ളാം, നല്ലായിരുന്നു. ബാ. നിങ്ങൾ ആളൊരു കുറുമ്പനാ. ആ. കല്യാണം കഴിക്കാതെ ഇങ്ങനെ എന്ത് ഇടി കൊള്ളുമ്പോ മെറ്റലിന്റെ സൗണ്ട്. പിന്നെ റോബോട്ടിന്റെ വയറ്റി ഇടിച്ച പിന്നെ ഇതേപോലെ കുളുകുളു സൗണ്ട് വെക്കൂ. റോബോട്ടാ? അതെ, താനോ? ഇവിടെ ഉള്ള എല്ലാം റോബോട്ടാണ്. ഇപ്പൊ മനുഷ്യന്മാരും ഇല്ല ഭൂമിയില്. 10ാം ലോക മഹായുദ്ധം മനുഷ്യന്മാരും റോബോട്ട്സും തമ്മിലുള്ള യുദ്ധമായിരുന്നു. റോബോട്ട്സ് മനുഷ്യന്മാരെ കീഴടക്കി. അങ്ങനെ മനുഷ്യന്മാർ തോറ്റു. Now the world is ruled by us, the robots. തൻ്റെ ഈ അതിശയത്തിന് ഞാൻ ഒരു മനുഷ്യനെ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബോഡി വെച്ചിട്ടുണ്ട്. കാണണോ? അയ്യോ, കാണണം. വാ. ഇത് ഞാനല്ലേ? ജനനം 1993, മരണം 2060. പുള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്തുവാ? പുള്ളി ജീവിച്ച അത്രയും നാളും പുള്ളി സിംഗിൾ ആയിട്ടാണ് ജീവിച്ചത്. അയ്യോ, ആ പുള്ളിയുടെ ആ സിംഗിൾനെസ് കണ്ടിട്ട് കുറെ ആൾക്കാർ ഫാനായിട്ട് പുള്ളി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുക. എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെ പുള്ളിയുടെ തലമുറ എന്നെ വംശനാശം വന്ന് നശിച്ചുപോയി. അയ്യോ, പോയോ? ആ, അടുത്ത ആള് വരാൻ സമയമായി. തിരിച്ചു വന്നു. ഇതിലാവുന്നതല്ലോ. 2200 എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം കഴിക്കണം, കൊച്ചുങ്ങളെ ഉണ്ടാക്കണം. കല്യാണം കഴിക്കണം, കൊച്ചുങ്ങളെ ഉണ്ടാക്കണം.